കപ്പ ബിരിയാണി ഉണ്ടാക്കിയല്ലോ, ഞാൻ അതിന് കപ്പ വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെച്ച ശേഷം ഒരു കുക്കറിനകത്ത് ഞാനിവിടെ കുറച്ച് മട്ടന എടുക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിന് കുറച്ച് ഉള്ളി, അതുപോലെ തക്കാളി, പിന്നെ നമ്മുടെ പച്ചമുളക് ആവശ്യത്തിന് അനുസരിച്ച്, എന്നിട്ട് ജിഞ്ചർ ഗാർലിക്കും കൂടെ ഞാൻ ജസ്റ്റ് ചതച്ചതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക, അത് നിങ്ങളുടെ പരുവത്തിന്. എന്നിട്ട് ഉപ്പ് നല്ലോണം ഇട്ടിട്ട് നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവനുസരിച്ച്. എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്യണം, നല്ലപോലെ പിടിക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കുക്കർ അടയ്ക്കുക, വിസിലിടാൻ വെക്കുക. ഞാൻ ഏകദേശം 3 വിസിലൊക്കെ ആയപ്പോഴത്തേക്ക് എടുത്തോട്ടോ. എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കുക, എന്നിട്ട് വെന്തിട്ടുണ്ടോ നോക്കുക. ഓരോരുത്തർക്കും മീറ്റിന് പല വേവായിരിക്കും, അപ്പൊ നോക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഞാൻ എന്തോ ചെയ്തു, അത് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് വറ്റാൻ വെച്ചു. എന്നിട്ട് ഞാൻ നമ്മുടെ കപ്പ കട്ട് കളയണം കേട്ടോ. കപ്പ എപ്പോഴും കട്ട് കളയണം. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉടച്ച കപ്പയിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ മട്ടൻ കറി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ചിലർക്ക് ഈ പീസൊക്കെ നല്ല ഉടഞ്ഞിരിക്കുന്ന ഇഷ്ടമായിരിക്കും, ചിലർക്ക് അങ്ങനെ. അപ്പൊ അത് നിങ്ങൾ വേവ് അനുസരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ഈ ഇളക്കി ആ ഒരു പരുവത്തിനാണ് ടേസ്റ്റ് വരുന്നത്. നമ്മൾ കറിക്കകത്ത് നമ്മൾ ഇപ്പം വലുതായിട്ട് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഇത് സെർവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കഴിച്ചു നോക്കാം. ഞാൻ ഗ്യാരണ്ടി പറയുക, ഞാൻ ഇന്നേ വരെ മട്ടണില് ഞാൻ ആരും അങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. ഇത് ജസ്റ്റ് വീട്ടിൽ ബാക്കി വന്നോണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇറ്റ് വാസ് വെരി യമ്മി. സോ ഡു ട്രൈ.